Good evening. Special edition ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതി വിധി നാളെ. പ്രഖ്യാപനം രാവിലെ 10:30. വിധി കേരളം പാസാക്കിയ ഡാം സുരക്ഷാ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് തമിഴ്നാട് നൽകിയ ഹർജിയിൽ. വിധി പറയുന്നത് ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസാവകാശ നിയമം ബാധകമല്ലെന്ന് സുപ്രീം കോടതി. സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലുണ്ടായിരുന്ന 25% സംവരണം കോടതി റദ്ദാക്കി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ക്ലാസുകൾ 5 ദിവസമാക്കി. ക്ലാസുകൾ രാവിലെ 9:30 മുതൽ 4:30 വരെ പുനഃക്രമീകരിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യത. തിരുവനന്തപുരത്ത് അതിശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജില്ലാ കളക്ടർമാർക്ക് ജാഗ്രതാ നിർദ്ദേശം. ആലപ്പുഴയിൽ തനിക്കെതിരെ ചില ശക്തികൾ പ്രവർത്തിച്ചെന്ന് KC വേണുഗോപാൽ. ഷാനിമോൾ പ്രചാരണ രംഗത്തുണ്ടായിരുന്നില്ല. ഷാനിമോളുടെ പ്രസ്താവന വേദനിപ്പിച്ചെന്നും വേണുഗോപാൽ. KPCC പ്രസിഡന്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം പ്രോത്സാഹിപ്പിക്കില്ലെന്ന് K മുരളീധരൻ. കത്ത് പുറത്തുവിട്ടത് ശരിയായില്ലെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് BCCI വിലക്കിയ ലളിത് മോദി രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ്. ഫലപ്രഖ്യാപനം ജയ്പൂർ കോടതിയിൽ. അസോസിയേഷനെ BCCI സസ്പെൻഡ് ചെയ്തു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഇളവ്. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം നൽകേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. എയ്ഡഡ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കും ഇളവ് ബാധകമായിരിക്കും. മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ അവകാശത്തിന്റെ പരിധിയിൽ വരും. വിദ്യാഭ്യാസ അവകാശ നിയമം നിയമപരമാണെന്ന 2012 സുപ്രീം കോടതി വിധി നിലനിർത്തിക്കൊണ്ടുള്ള വിധിയിലാണ് സുപ്രധാന ഉത്തരവുണ്ടായിരിക്കുന്നത്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം അനുശാസിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായി നൽകുന്ന അവകാശങ്ങളുണ്ട്. അതിൻ പ്രകാരം സാമ്പത്തികവും സാമൂഹികവുമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവ് നൽകാനാവില്ലെന്ന് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ വാദിച്ചു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് 25% സംവരണം നൽകേണ്ടതില്ലെന്ന ഇളവ് എയ്ഡഡ് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ലഭിക്കും. എന്നാൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇളവുകളില്ല. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ വിധി ബാധിക്കാനിടയുണ്ട്. അതേസമയം മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യണമോ എന്ന കാര്യത്തിൽ വിദ്യാർത്ഥിക്കും രക്ഷിതാവിനും തീരുമാനമെടുക്കാം. ഇത് വിദ്യാർത്ഥിയുടെ മൗലിക അവകാശമാണ്. മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കണമെന്നുള്ള നിയമം ഭരണഘടനാ ലംഘനമാണ്. കന്നഡ ഭാഷ നിർബന്ധമാക്കിയ കർണാടക സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കുന്നതല്ലെന്നും സുപ്രീം കോടതി. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ അദ്ദേഹം കോഴിക്കോട് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. സീറോ മലബാർ സഭയുടെ പ്രതിനിധി ഫാദർ പോൾ തേലക്കാട്ട് അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. M ലിജു യൂത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. തോമസ് ഐസക് MLA CPM കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹത്തെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഫസൽ ഗഫൂറിലേക്ക്. ശ്രീ ഫസൽ ഗഫൂർ, ഇന്നത്തെ സുപ്രീം കോടതി വിധി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ അവസരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൊണ്ടുവന്ന നിയമത്തിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ സംവരണം അനുവദിക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുമ്പോൾ അത് സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിൽ എത്രത്തോളം പരാജയം സമ്മാനിക്കുന്നുണ്ട് നിയമത്തിന്? ഈ വിധിക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന്, ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വീക്ഷണം പറയാം, അപ്പുറത്ത് ഫാദർ ഉള്ളതുകൊണ്ട് ഞാൻ മറ്റു പറയുന്നില്ല. ഓൾ ഇന്ത്യ തലത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ നീതിപൂർവമായിട്ടുള്ളൊരു വിധിയാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ എവിടെയെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ടൊരു സ്ഥാപനം ഉണ്ടാക്കി അവരെ 100 വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് 100 എടുക്കാം, അവർക്ക് മറ്റുള്ളവർ എടുക്കുക വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിക്കാം. പ്രത്യേകിച്ച് അവരുടെ ഭാഷ, ഉദാഹരണം ന്യൂനപക്ഷങ്ങളുടെ ഭാഷ വ്യത്യസ്തമാണ്. വടക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലെ മുസ്ലിമുകളുടെ ഭാഷ ഉറുദു ഭാഷയാണ്. അപ്പോൾ അവർ ഉറുദു സ്ഥാപനം CBSE സ്കൂൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്ഥിതിവിശേഷം വ്യത്യസ്തമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളാണ് ഭൂരിപക്ഷം വിദ്യാഭ്യാസ രംഗത്ത്. അതിൻ്റെ അർത്ഥം ഇവിടെ 70% എങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് ന്യൂനപക്ഷങ്ങളാണ്. അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൽ തന്നെ ഒട്ടുമുക്കാൽ സ്ഥാപനങ്ങൾ നടത്തുന്നത് നായർ ഈഴവ സമുദായങ്ങളാണ്. OEC എന്ന് പറഞ്ഞാൽ ധീവരർ അല്ലെങ്കിൽ അതേമാതിരിയുള്ള പത്മശാലികൾ, ആ തരത്തിലുള്ള സമുദായങ്ങളും SC/ST സമുദായങ്ങൾക്ക് ഇവിടെ ഒരു സ്കൂളോ ഒരു കോളേജ് ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഈ അടുത്താണ് UDF ഗവൺമെൻറ് 3 കോളേജുകൾ അവർക്ക് അനുവദിച്ചു SC/STകൾക്ക്. അപ്പോൾ ആദ്യമായിട്ട് അവർക്ക് ഒരു കോളേജ് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ആ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാതെ പോകുമെന്നുള്ളതാണ്. അത് മാത്രമല്ല,
അതേ സമുദായത്തിൽപ്പെട്ട 3 കിലോമീറ്റർ റേഡിയസിലുള്ള ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ അപേക്ഷിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് തന്നെ മറ്റുള്ളവരുടെ ഫീസ് കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഇളവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25% സീറ്റിൽ ഫീസ് കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ സീറ്റ് കൊടുക്കാൻ പറ്റുകയും അതിന് ഫീസ് ഇളവ് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു ആനുകൂല്യമുണ്ട് ഒറിജിനൽ RT ആക്ടിൽ. ഇപ്പോൾ അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഗുണകരമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് അല്ല സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ മൊത്തത്തിൽ ഞങ്ങളും ഒരു KCBC-യുമായിട്ടുള്ള ഒരു സാമുദായിക സംഘടനയായതുകൊണ്ട് ഞങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളിത് നോക്കുമ്പോൾ ഇത് സ്വീകാര്യമായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റാണ്. പക്ഷേ കേരളത്തിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇവിടെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ്. ഈ കാര്യത്തിൽ എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യും, ഭരണത്തിൽ എന്ത് മാറ്റം വരുത്തും, അതോ നിയമനിർമ്മാണം നടത്തണമോ അതോ മാനേജ്മെൻറ്റുകളായിട്ട് ചർച്ച വെക്കണോ, അതെല്ലാം വേറെ വിഷയമാണ്. പക്ഷേ ഒരു വിട്ടുവീഴ്ച ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഫോർ ഫാദർ പോൾ തേലക്കാട്, ഫസൽ ഗഫൂറിൻ്റെ വീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ സാഹചര്യത്തിലെങ്കിലും ഭരണഘടന അനുവദിക്കുന്ന പ്രത്യേക അവകാശ അധികാരങ്ങൾ മാറ്റിവെച്ച് സാമൂഹ്യനീതി എന്ന ലക്ഷ്യം മുൻനിർത്തി മുൻകാലങ്ങളിൽ ക്രിസ്തീയ സഭകളും മറ്റു സംഘടനകളും ചെയ്തതുപോലൊരു സേവനം അതിലേക്ക് കുറെ കൂടി ഊന്നൽ നൽകേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഈ സുപ്രീം കോടതിയുടെ വിധി ടെക്നിക്കലാണ്, സാങ്കേതികമാണ്. ആ വിധിയെ വളരെയേറെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളുടേതായ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും കൊണ്ടു നടക്കാനും 2 വാക്കുകൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്: ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ. അത് രണ്ടിനുമാണ് അവകാശമുള്ളത്. അപ്പോൾ 25% കുട്ടികളെ അതിലേക്ക് എടുത്തുകൊള്ളണമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ അത് അഡ്മിനിസ്ട്രേഷനിലുള്ള കടന്നുകയറ്റമായിട്ടാണ് സുപ്രീം കോടതി ഇത് കണ്ടത്. അതുകൊണ്ടാണ് ഈ നിയമം ബാധകമല്ല, ഇത് കോൺസ്റ്റിറ്റ്യൂഷനല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അതിനെ നിരാകരിച്ചത്. അത് നമ്മൾ സുപ്രീം കോടതി നിരാകരിച്ചത് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ്. ആ വിധത്തിൽ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഡോക്ടർ ഗഫൂർ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇത് പാവപ്പെട്ട ആളുകൾക്ക് ദോഷകരമായി മാറുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അവർക്ക് ഈ നമ്മുടെ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്ഥാപനത്തിൽ ചേർന്നാൽ അവർക്ക് സർക്കാർ ഫീസ് കൊടുക്കുമോ, 20% ആൾക്ക് സാമ്പത്തിക ആനുകൂല്യം കൊടുക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് എടുക്കാവുന്ന തീരുമാനമാണ്. അത് സർക്കാർ ആണ്, സംസ്ഥാന സർക്കാരാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലോ അല്ലാത്തിടത്തോ പഠിച്ചാലും ഈ കുട്ടികൾക്ക് റിസർവേഷനുള്ള കുട്ടികൾക്ക് ന്യൂനപക്ഷ സ്ഥാപനത്തിൽ പഠിച്ചാൽ അല്ലെങ്കിലും അവർക്ക് ആനുകൂല്യം കിട്ടും. അതുപോലുള്ള ആക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ക്രൈസ്തവ സഭയെക്കുറിച്ച് പറയാനുള്ള കാര്യം, കഴിഞ്ഞ 150 വർഷമായിട്ട് ന്യൂനപക്ഷമായ ക്രൈസ്തവ സഭകൾ, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുന്നതിൻ്റെ വലിയൊരു ദൗത്യം, അത് ക്രൈസ്തവരെ സംബന്ധിച്ചൊരു മിഷൻ ദൗത്യമാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യരെ ഉയർത്തുക എന്നുള്ളത് ദൈവത്തിലേക്ക് ഉയരുന്നതിൻ്റെ ഭാഗമാണ്. മനുഷ്യരുടെ മഹത്വം പ്രകീർത്തിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണ് ജാതി മത വർഗ ഭിന്നമില്ല എല്ലാവരെയും പഠിപ്പിച്ചത്. അങ്ങനെ പാവപ്പെട്ടവരോട് പ്രത്യേക പരിഗണന, ആ വിധത്തിലുള്ള സ്കൂളുകളിലുള്ള പരിഗണന ഇനിയും മുന്നോട്ട് നടത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാന സർക്കാർ ആ വാദത്തോട് യോജിക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഈ അവകാശത്തെ, ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ കൊടുത്ത ഹർജികളെ എതിർത്തുകൊണ്ട് കോടതിയിൽ വാദിച്ചത് സ്ഥാപനങ്ങൾ നടത്താൻ ഉള്ള അവകാശത്തേക്കാൾ വലുതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവസരം പാവപ്പെട്ട കുട്ടികൾക്ക് ലഭ്യമാക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് പാവപ്പെട്ട കുട്ടികൾക്കുള്ള അവകാശം എന്നാണ്. ഒരുപക്ഷെ സാങ്കേതികത്വം മാറ്റിവെച്ചാൽ ആ വാദത്തോട് യോജിക്കേണ്ടി വരില്ലേ? യോജിക്കേണ്ടി വരില്ല. അതാണല്ലോ സാങ്കേതികത്വം ഗൗരവമാണ്. ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള അവകാശം, കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള അവകാശമാണ്. അതിൽ സർക്കാർ ഇടപെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സർക്കാർ ഇടപെട്ട തെറ്റാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. അതിനെ സ്വാഗതം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ആ വിധത്തിൽ ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലും ഇത്തരം കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിലുള്ള ഒരു അവകാശം. നേരത്തെ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നമുണ്ട്. തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കാനുള്ള അവകാശം, ഒരു കുട്ടിക്ക് അത് തീരുമാനിക്കാനുള്ള അവകാശം ഈ നിയമം നൽകുന്നുണ്ട്. അങ്ങനെ ഒരു പാവപ്പെട്ട കുട്ടി എയ്ഡഡ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തെ തിരഞ്ഞെടുത്താൽ അവിടെ ഉയർന്ന ഫീസ് നൽകി പഠിക്കേണ്ട അവസ്ഥ അതുണ്ടാകും. അത്തരം ഒരു ഇംബാലൻസിങ് ഈ വിധിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നില്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഒരു MES സ്കൂളിലോ ഒരു ക്രൈസ്തവ സ്കൂളിലോ ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. പക്ഷേ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ സർക്കാർ ആ കുട്ടിക്ക് സാമ്പത്തികമായ ആനുകൂല്യം കൊടുക്കുമെങ്കിൽ അതുകൂടി ബാധകമാക്കാനുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. റൈറ്റ്. എം ലിജു, യൂത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലിജു, ഇവിടെ ഭരണഘടന നൽകുന്ന അവകാശം അത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനും നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള അവകാശം ഭരണഘടനാദത്തമാണ്. പക്ഷേ അതിൻ്റെ അന്തസ്സത്ത മറന്നുകൊണ്ടുള്ളൊരു വ്യാഖ്യാനവും വാദവും ഉയർത്തപ്പെടുന്നുണ്ടോ? വിദ്യാഭ്യസിക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അത് രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മഹനീയമായ മുഹൂർത്തം എന്നാണ് മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി കപിൽ സിബൽ അന്ന് വിശേഷിപ്പിച്ചത്. ആ ചരിത്ര മുഹൂർത്തത്തിന് ഒരു മങ്ങലേൽപ്പിക്കുന്നുണ്ടോ ഇന്നത്തെ സുപ്രീം കോടതിയുടെ തീരുമാനം? എനിക്ക് ഇതിനെ സംബന്ധിച്ച് പൂർണ്ണമായ വിധി ലഭിച്ചിട്ടില്ല. പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതാണെങ്കിലും സാമൂഹിക ഉത്തരവാദിത്വം ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കില്ല എന്ന തരത്തിൽ ഒരു ഔട്ട്ഡേറ്റായ വിധി വരുന്നത് ഗുണകരമാണോ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്. കാരണം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും അവരുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുവാനുള്ള അവകാശം സംരക്ഷിക്കണം മാത്രമില്ല. കാരണം നിഷേധാത്മകമായ ലിജുവിലേക്ക് മടങ്ങിയെത്താം. ലിജുവിൻ്റെ ടെലിഫോൺ ലൈനിൽ തകരാറുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശം അത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്വത്വം നിലനിർത്തുന്നതിനും അവരുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം ചെറുക്കുന്നതിനും ഒക്കെയുള്ള ഭാഗമായി നൽകിയിരിക്കുന്ന അവകാശമാണ്. അതൊരുപക്ഷെ പാവപ്പെട്ടവർക്കും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിനുള്ളൊരു അവസരം അനുവദിക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നത് അത് എത്രത്തോളം ന്യായീകരിക്കപ്പെടും? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞ് നൽകിയിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾക്കാണ്. നിർഭാഗ്യവശാൽ ഇവിടെ ഒരു കൂട്ടായ്മ കുറേ ആൾക്കാർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുക. ഉദാഹരണം, കുറേ മുസ്ലിമുകൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരൊരു സ്ഥാപനം തുടങ്ങും, ഒരു CBSE സ്ഥാപനം. എന്നിട്ട് കഴിഞ്ഞ സർക്കാർ UDF സർക്കാർ നൽകിയ മാതിരി എങ്ങനെയെങ്കിലും അവർ NOC സമ്പാദിച്ചുകൊണ്ട് അവർ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അവർ ഇഷ്ടമുള്ള കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നു. ആര് പറഞ്ഞ് ഇവർ മുസ്ലിം കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നു? അവർ ഇഷ്ടമുള്ള കുട്ടികളെ അഡ്മിറ്റ് ചെയ്യുന്നു, ഇഷ്ടമുള്ള ഫീസ് ഈടാക്കുന്നു. അത് ആ പ്രദേശത്ത് 3 കിലോമീറ്റർ റേഡിയസിലുള്ള ഒരു പാവപ്പെട്ട മുസ്ലിം പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സീറ്റ് കൊടുക്കില്ല. ഞാൻ എഴുതി വെച്ചാൽ അവർ സീറ്റ് കൊടുക്കില്ലാന്ന്. പക്ഷേ പഴയ നിയമപ്രകാരമാണെങ്കിൽ ഇവർ സീറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുന്നത് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് ഇവിടെ വിദ്യാഭ്യാസ കച്ചവടം നടത്താനുള്ള അവകാശമായി മാറ്റാൻ പാടില്ല. പിന്നെ അപ്പുറത്ത് ഫാദർ പോൾ തേലക്കാടുള്ളതുകൊണ്ട് ഞാൻ ചില തെറ്റിദ്ധാരണകൾ തിരുത്താനായിട്ട് ഈ വേദി ഉപയോഗിക്കുകയാണ്. പലപ്പോഴും ഞാൻ സഭയെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, സഭയും ഞങ്ങളുടെ ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. സഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ക്രൈസ്തവരെ പ്രതിനിധീകരിക്കുന്നതാണ്. അത് ഓർഡൈൻഡ് ആയിട്ടുള്ളതാണ്. അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അത് മൊത്തം സഭ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടേത് അങ്ങനെയല്ല. ഞങ്ങളിൽ 1-2 ജമാഅത്ത് മുജാഹിദ് MES ഒക്കെ നടത്തുന്നത് മാത്രമേ സമുദായത്തിൻ്റെ ഉള്ളൂ. 90% സ്ഥാപനങ്ങളും ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ കച്ചവട കൂട്ടായ്മകളിലാണ്. ഇവർ ഡൽഹിയിൽ പോയിട്ട് ഒരു ന്യൂനപക്ഷ പദവി വാങ്ങിച്ചു വന്നാൽ ഇവർ സമുദായത്തിൻ്റെ ആയിട്ട് ഒരു നടിക്കുകയാണ്. ഇവർ പേരുകൾ അൽ മനാർ അല്ലെങ്കിൽ അൽ ഇലാഹി എന്നൊക്കെ പേരിട്ട് കൊണ്ട് ഇവർ മനസ്സിലായി സമുദായത്തിൻ്റെ പേരിൽ ഇവർ കച്ചവടം നടത്തുകയാണ്. ഇത് ന്യായീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ RTI ആക്ട് അന്ന് നടപ്പാക്കിയ ഞങ്ങളെല്ലാം അതിനെ സ്വാഗതം ചെയ്തതിന് കാരണം എന്ന് വെച്ചാൽ 25% സീറ്റ്, ഉദാഹരണമായിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥാപനത്തിൽ മനസ്സിലായില്ലേ 3 കിലോമീറ്റർ മലപ്പുറത്തെല്ലാം മുസ്ലിമുകളാണുള്ളത്. അപ്പോൾ RTI ആക്ട് പ്രകാരം ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ സംശയം വേണ്ട, അതിൽ 75-80% മുസ്ലിം വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്യാൻ പോണത്. ഈ 25% ഇത് സംവരണ സീറ്റല്ല, ഇത് എല്ലാ മതത്തിൽപ്പെട്ട പാവപ്പെട്ടവർ. അപ്പോൾ ചുറ്റുവട്ടമുള്ള വിദ്യാർത്ഥികൾക്കുള്ളതാണ്. എയ്ഡഡ് കോളേജ് ഗവൺമെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥി. അപ്പോൾ ഒരു പാവപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥിക്ക് സർക്കാർ ഫീസ് നൽകിക്കൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് പാവപ്പെട്ട ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ്. ഫാദർ പോൾ തേലക്കാട്, അത്തരമൊരു പ്രശ്നം ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ചത് പോലൊരു പ്രശ്നം ക്രിസ്തീയ സമുദായത്തെ സംബന്ധിച്ചും ഉണ്ടാകാം. ക്രിസ്തീയ സമുദായത്തിലെ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ സഭയ്ക്ക് കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഫീസ് ഇളവ് വാങ്ങി, സർക്കാരിൻ്റെ ഫീസ് ഇളവ് വാങ്ങി പഠിക്കാനുള്ളൊരു അവസരം ഒരുപക്ഷെ ഈ ജഡ്ജ്മെൻറ്റിലൂടെ നിഷേധിക്കപ്പെട്ടേക്കാം.